പെണ്ണുമ്പിള്ള ഇന്നലെ അടിയായിരുന്നെന്നാ പറഞ്ഞത്. ഇവനാണ് കൊച്ചിനെ ക്രൂരമായി മർദ്ദിച്ച കേട്ടോ. 13 വയസ്സുകാരനെ, സ്വന്തം മകനെ ക്രൂരമായിട്ടാണ് വടിവെച്ച് മർദ്ദിച്ചത്. പെരക്കകത്ത് കിടക്കുകയാണ്. ഇപ്പോൾ പോലീസ് വന്ന് അവനെ കൊണ്ടുപോവുകയാണ് കേട്ടോ. ഇവനാണ് ഈ 13 വയസ്സുകാരൻ കൊച്ചിനെ ക്രൂരമായി. സാറേ, ആ വടി ഒന്ന് കാണിച്ചേക്കണേ സാറേ. അണ്ട് ഈ വടി ഉപയോഗിച്ചാണ് ക്രൂരമായി മർദ്ദിച്ചത്. ശരീരത്തൊക്കെ പൊട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുന്നിക്കോട് പോലീസ് വന്ന് കൊണ്ടുപോയാണ്. വാർഡ് മെമ്പർ ദീപ്തി സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ആ കൊച്ചിന്റെ മുഖം ഞാൻ കാണിക്കുന്നില്ല, പക്ഷെ അതിന്റെ ദേഹത്തെ പാടുകൾ കാണിക്കാം. കൊച്ചിന്റെ മുഖം കാണിക്കുന്നതിൽ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ കുറെ അതുകൊണ്ട് ഈ കൊച്ചിന്റെ ദേഹമൊക്കെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ് ഈ അച്ഛനെന്ന് പറയുന്ന ഈ തെണ്ടി. ഇങ്ങനെയാണ് അത് ഈ എല്ലൊക്കെ ഒടിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. നമുക്ക് മോന്റെ മുഖം കാണിക്കുന്നതിൽ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. കാലൊക്കെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച് ആ വലിയ വടി ഉപയോഗിച്ചാണ് മർദ്ദിച്ചിട്ടുള്ളത്. ഞങ്ങളൊക്കെ ഇവിടെ എത്തിയപ്പോൾ ഈ കൊച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പെരക്കകത്ത് തന്നെ കിടക്കുന്ന ആ വലിയ പത്തൽ ഉപയോഗിച്ചാണ് ഈ കുഞ്ഞിനെ ഇത്ര ക്രൂരമായി തന്ത മർദ്ദിച്ചിട്ടുള്ളത്. നമുക്ക് ആ കുഞ്ഞിന്റെ മുഖം കാണിക്കുന്നതിൽ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. അങ്ങോട്ടാണ് തിരിക്കുമ്പോൾ കാണിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഇവിടെ പിന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. ഒരു അച്ഛനാണെന്നും പറഞ്ഞൊരു കുഞ്ഞിനെ ഇങ്ങനെ അങ്ങ് മർദ്ദിക്കുന്നത് ശരിയല്ല എന്ന് പറയുകയാണ്. ഇവിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ട്. നമ്മളിത് ലൈവായി കാണിക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ അച്ഛനെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്, കുന്നിക്കോട് പോലീസ്. പക്ഷെ അതിന്റെ കൃത്യമായ തെളിവ് നമുക്ക് അത് കൃത്യമായി ജനങ്ങൾ കാണേണ്ടതുണ്ട്. നാളെ കാലത്ത് നാട്ടുകാരിങ്ങനെ ചെയ്തെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണെന്നോ പറയരുത്. കാലൊക്കെ കൃത്യമായി അടിച്ച് നീരടിപ്പിച്ച് കണ്ടോ അത്രയേറെ ക്രൂരമർദ്ദനം ഈ കുഞ്ഞ് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കണ്ട വടി, പോലീസ് കൊണ്ടുപോയ, നിങ്ങൾ ആദ്യം വീഡിയോയിൽ കണ്ട ആ വടിയ്ക്കൊപ്പം ഒരു കോടാലി ഉണ്ടായിരുന്നു. ആ കോടാലി ഊരി തെറിച്ചു പോവുകയായിരുന്നു. അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കൃത്യമായ കുഞ്ഞിന്റെ ദേഹത്ത് തന്നെ ആ കോടാലി ഉൾപ്പെടെ കൊള്ളുന്ന സാഹചര്യത്തിലേക്ക് വന്നതിനെ. ഇവിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മുൻ വാർഡ് മെമ്പർ സജീവ് കല്ലൂർ ഉൾപ്പെടെയുള്ള മീനം വാർഡിലാണിത്. ദീപ്തി സുരേഷും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അയൽവാസികൾ, ഒരുപാട് ആളുകൾ ഇവിടേക്ക് ഇതറിഞ്ഞ് എത്തുന്നുണ്ട്. നമ്മൾ ഈ സംഭവം ഒരുപാട് ആളുകൾ അറിയിച്ചപ്പോഴാണ് ഈ കുഞ്ഞിനെ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇവിടെ അയൽവാസികളായ ചേച്ചിമാർ ഉൾപ്പെടെ ഉണ്ട്. നമുക്ക് ആ ചേച്ചിക്കും പറയാനുള്ളത്. ചേച്ചി നമുക്ക് സ്വന്തമായിട്ട് ചേച്ചി സംഭവം ക്രൂരമായി മർദ്ദിച്ചില്ലേ കുഞ്ഞിനെ? ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് കുഞ്ഞിനെ. ഞങ്ങൾ അയൽവർക്ക് കണ്ടുകൊണ്ട് നിൽക്കുന്ന കാര്യം. ഞങ്ങൾ ആരും കയറി വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വന്നില്ല. അത് പിന്നെ മെമ്പറെയൊക്കെ ഞങ്ങൾ വിവരങ്ങൾ അറിയിച്ചു. ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇത് സ്ഥിരമാണോ? സ്ഥിരം പരിപാടി അവരുടെ വീട്ടില് ആണ്. ഈ ഇപ്പൊ പോലീസ് കൊണ്ടുപോയ കമ്പുണ്ടല്ലോ, അതിന്റെ തുമ്പത്തൊരു കോടാലി ഉണ്ടായിരുന്നു. കോടാലി ഊരി തെറിച്ച് വീണു. കുഞ്ഞിനെ അറിയാൻ വന്ന വഴിക്ക് കോടാലി ഊരി തെറിച്ച് വീണു. ആ കോടാലി പോയില്ലായിരുന്നു, ഇവൻ അത് വെച്ച് കുഞ്ഞ് മുതലാക്കിയേനെ അല്ലേ? ഒരു തന്തയാണ് പോലും തന്ത ഇതിങ്ങനെ ക്രൂരമായ കുഞ്ഞിനെ വാർഡ് മെമ്പർ ദീപ്തി സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നത്. ദീപ്തി ഇവിടെ ഉണ്ട്. ദീപ്തി സുരേഷ്, ദീപ്തി, ഇങ്ങനൊരു വളരെ വിഷമമുള്ളൊരു വാർത്തയല്ലേ? വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അത് ഒരു സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നത് നമ്മള് കേട്ടുകേൾവിയുള്ളൂ. ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് ഒരിക്കലും കരുതിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് കൂടാറുണ്ട്. പക്ഷെ ഇത്രയും കുഞ്ഞിനെ ഇങ്ങനെ ഭാര്യ വിടില്ല. ഹോസ്പിറ്റലിൽ ആങ്ങളയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, ഓപ്പറേഷൻ സംബന്ധമായിട്ട് ഇവിടെ പോയേക്കുവാണ്. അപ്പൊ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ല. എന്തായാലും ഭയങ്കര കഷ്ടമായി പോയി. ഇവിടെ നമ്മുടെ സജീവ് കല്ലൂര് മുൻ വാർഡ് മെമ്പറും ഉണ്ട്. കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പുറത്തേക്ക് ഇറക്കുകയാണ് നാട്ടുകാരും എല്ലാവരും. ഇവിടെ ഒരുപാട് നാട്ടുകാർ കൂടിയിട്ടുണ്ട്. നമുക്ക് കുഞ്ഞിനെ കാണിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിനെ താങ്ങിയെടുത്താണ് നാട്ടുകാർ കൊണ്ടുപോകുന്നത് ആ സ്ഥലത്തിലേക്ക്. ഇപ്പോൾ ബെന്നിയണ്ണ കൊച്ചിനെ എടുത്തുകൊണ്ട് പോവാണ്. അനീഷ് മീനോ ഉണ്ട്. അനീഷ് മീനോ എത്തിയിട്ടുണ്ട്. CPM-ന്റെ LC സെക്രട്ടറി കൂടിയാണ്. അപ്പൊ നാട്ടുകാരൊക്കെ ഇത് അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്നുണ്ട്. സജീവണ്ണ, വളരെ വേദനയുള്ളൊരു വാർത്തയാണല്ലോ ഇങ്ങനെ വരുന്നത്. അതപ്പോ ഇതെങ്ങനെങ്കിലും പരിഹരിച്ച് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു നടപടി ഇനി ഉണ്ടാവട്ടെ നമുക്ക്. തീർച്ചയായിട്ടും വേണം. ഇത് ഇപ്പോൾ കുറെ ദിവസമായിട്ട് തുടങ്ങിയാണ്, ഉത്സവം പോലെ തുടങ്ങിയാണ് ഈ
കൊച്ചിന്റെ അച്ഛനോടെ കിടന്നുള്ള പ്രശ്നങ്ങൾ. അപ്പം സ്വാഭാവികമായിട്ടും കുടുംബ വിഷയമായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ച്, പക്ഷെ ഇതിപ്പോ നമുക്ക് സഹിക്കാൻ ഒക്കാത്തതിന് അപ്പുറത്തായിട്ടുണ്ട്. ഇതിനെ പറയാൻ പറ്റില്ല, കാര്യം പറ്റത്തില്ല. അവരുടെ അമ്മ പോലും ഇവിടെ ഇല്ല. കൊച്ചിന്റെ അമ്മയില്ല. അപ്പം കൊച്ചു ഒറ്റയ്ക്കുള്ള സമയത്താണ്. അപ്പൊ അതിന് ഇത്രയും ഉപദ്രവിക്കുന്ന ഒരു കാരണവശാൽ എന്ത് തെറ്റാണെങ്കിൽ അതിനെ നമുക്ക് ശിക്ഷിക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് കോടാലിയൊക്കെ എടുത്തിട്ട് അടിക്കുക എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, ആർക്കായാലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിപ്പം പരിധിക്കപ്പുറം പോയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് കുടുംബ വിഷയമാണെങ്കിലും ഒരു വീട്ടിൽ നടക്കുന്ന വിഷയമാണെങ്കിലും അതിനൊരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് പോയത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിനകത്ത് ഇടപെട്ടേ കഴിയുള്ളൂ. അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന നടപടികൾ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യും. കൊച്ചിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള നടപടിയാണ് നമുക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയുന്നത്. ക്രൂരമായിട്ട് നമുക്ക് പറയുന്നതിലും വിഷമമുണ്ട്. തീർച്ചയായിട്ടുമാണ്. ഒരു കാരണവശാൽ എപ്പോഴേ ഇവിടെ എത്തിയതാണ്. പോലീസിനെ വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ ഉണ്ട്. അതെ, നമ്മൾ ഈ അവസാന ഘട്ടത്തിൽ പോലീസ് വന്നിട്ടാണ് ഈ ലൈവ് ഞാൻ കാണിക്കുന്നത്. പക്ഷെ അത് ജനങ്ങൾ അറിയണമെന്നുള്ളത് കൊണ്ടാണ്. പല വീട്ടിലും ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ട്, ഒളിച്ചു വെക്കാറുണ്ട്. പക്ഷേ ഇത് അതിക്രൂരമായി പോയി. തീർച്ചയായിട്ടുമാണ്. അവൻ നമ്മുടെ അമ്പലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, മലനടയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. ഇനി ഒരു കാരണവശാലും അവിടുന്ന് ഒരു പൈസ അമ്പലത്തെ മലനടയിൽ എനിക്കൊന്ന് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പൈസ കയ്യിലുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊന്ന് കഴിഞ്ഞ ദിവസങ്ങൾ എനിക്കൊന്ന് ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ട അടുക്കളയിൽ സാധനം ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ് ആഹാരം പോലും കഴിക്കാൻ ഒക്കാത്ത അവസ്ഥയിലാണ് ഒരു 3-4 ദിവസമായിട്ട്. അതങ്ങനെ തീരുമെന്ന് നമ്മൾ കരുതിയാണ്. പക്ഷേ ഇത് പരിധിക്ക് അപ്പുറം പോയി. ഇനി അതിനകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടൽ മാത്രം നമുക്ക് ചെയ്യാന്നുള്ളതാണ്. കൊച്ചിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. എന്തായാലും കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അണ്ണ ഞാനവിടെ നിന്നപ്പോഴാണ് അറിഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരോടാണ് വന്നത്. അണ്ണ വളരെ ക്രൂരമായിട്ട്. തീർച്ചയായിട്ടും നമ്മളിവിടെ വന്ന് കണ്ടല്ലേ അന്വേഷണം. നമ്മൾ രണ്ടുകൂടല്ലേ ഇവിടെ വന്നപ്പോൾ വളരെ പൈശാചികമായിട്ട് ആ കുഞ്ഞിനെ അത്ര ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ പോലും മറ്റൊരു കുഞ്ഞിനെ ആയപ്പോലും നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. ഇത് സ്വന്തം കുഞ്ഞിനെ ഈ രീതിയിലാക്കിയിടുക എന്ന് പറയുന്നത് അവനപ്പോ ഒരു തന്തയാണെന്ന് പോലും ചോദിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. തന്തയല്ലാത്തവെന്ന് പറയാം. എന്തായാലും ഈ വളരെ നമുക്ക് എങ്ങനെ ഈ വീടിന്റെ വാതിൽക്കുന്ന പറയുന്നതിൽ ബുദ്ധിമുട്ട്. ഈ വീടിന്റെ ഇവിടൊക്കെ നിൽക്കുന്നവർ ഈ വീട്ടിലെ ആളുകളല്ല കേട്ടോ, അയൽവാസികള് ആ വീടടയ്ക്കാനും അതിനുള്ള ശ്രമങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. എന്തായാലും അവനെ കുന്നിക്കോട് പോലീസ് കൊണ്ടുപോയി കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് ഇതുവഴിയല്ലേ പോയെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ വിഷമമുള്ളൊരു സംഭവമാണ്. പട്ടാഴി മീനത്ത് നിന്നുള്ള വളരെ വേദനയുള്ളൊരു സംഭവം തന്നെയാണ്. വാർത്ത തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അയൽവാസികളൊക്കെ ഈ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലേക്കാണ് ഞാനും ഇവിടെ എത്തിയത്. കുറച്ചു നേരമായി ഞാനും ഇവിടെ എത്തിയത്. ഈ കാര്യങ്ങൾ നമുക്ക് ഈ കൊച്ചിനെ ക്രൂരമായി മർദ്ദിക്കുക, സ്ത്രീകളോടുള്ള അതിക്രമങ്ങളൊക്കെ നമുക്കത് വെച്ചു പൊറിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ തന്നെ ഞാൻ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിയത്. കാരണം ഇത് അയൽവാസിയുടെ വീടാണ്. ഞാൻ അതിലൂടെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. റോഡിലേക്ക് ഇറങ്ങാനുള്ളൊരു മാർഗം കൂടിയാണ് ഇതുവഴി. അല്ലെങ്കിൽ പിന്നെ വയലിൽ കൂടെ പോകേണ്ടതുണ്ട്. നമ്മുടെ സുഹൃത്തിന്റെ വീടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതുവഴി പെട്ടെന്ന് കയറി ഇങ്ങോട്ട് ഇറങ്ങുന്നത് കുഴപ്പമില്ല. അപ്പൊ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. വാർഡ് മെമ്പർ ഉൾപ്പെടെ അവിടെ നിന്ന് എടുത്ത് ഇവിടെ റോഡിൽ എത്തിച്ചേക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ എന്തായാലും വളരെ കൃത്യമായി ഇതിനൊരു കൃത്യമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. നാട്ടുകാരൊക്കെ ഒരുപാട് ആളുകളുണ്ട്. കൊച്ചിന്റെ മുഖം കാണിക്കുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അനീഷും നമുക്കൊപ്പം ചേരും. അനീഷ്, ഇത് വളരെ വിഷമമുള്ളൊരു ഒരു തന്ത തന്നെ ഒരു കൊച്ചിനെ ഈ രൂപത്തിലേക്ക് എത്തിക്കുമെന്ന് പറയുമ്പോ ഇത് കുറെ 3-4 ദിവസം അവന്റെ ഭാര്യ എടുത്തിട്ട് അടിച്ച് ഭാര്യ ഇപ്പൊ RCC ആങ്ങളോട് നിൽക്കുക. ആ സമയം നോക്കിയാണ് ഈ കുഞ്ഞിനെ കൊങ്ങയ്ക്ക് പിടിച്ച് പൊടിക്കുഞ്ഞാണ് കൊങ്ങയ്ക്ക് പിടിച്ച് വെച്ച് അനങ്ങാൻ പറ്റാതെ ഇത്ര ആ ഒരു കോടാലിയുടെ ഇത് വെച്ചാണ് ഈ കുഞ്ഞിനെ ഈ പരുവത്തിലാക്കി. അതിന്റെ ഈ കാലിനും പൊട്ടലുണ്ടെന്ന് തോന്നുന്നു, കൈക്കും പ്രശ്നമെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ട് അതിന് നടക്കാൻ ഞങ്ങളിപ്പോ ഞാനും പിന്നീടോട് അതിനെ താങ്ങി എടുത്തോണ്ടാണ് ഇപ്പൊ വന്നത്. അറിയോ, ഇപ്പൊ പോലീസ് വന്ന് അവനെ കൊണ്ടുപോയി. എന്തായാലും ഹോസ്പിറ്റലിലോട്ട് ഈ കൊച്ചിനെ കൊണ്ടെത്തിക്കട്ടെ. ഒരിക്കലും കൊച്ചിനെ അനീഷും അതിപ്പോ ബെന്യാനനും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. കൊച്ചിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കയറ്റുകയാണ്. അപ്പൊ നമുക്ക് കുഞ്ഞിന്റെ മുഖം കൂടുതൽ കാണിക്കാം. എപ്പോഴെങ്കിലും ലൈവ് കാണിക്കുമ്പോ കണ്ടെങ്കിലും അത് കുഴപ്പമില്ല. പക്ഷെ എന്നാൽ പോലും കൂടുതൽ ഒരു കുഞ്ഞിന്റെ മുഖമാണ്, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അണ്ണ ഇവൻ കാണിച്ച് തോന്നിയവാസം ഉണ്ടോ? അവനെ ഇടിച്ച് നോക്കേണ്ട സമയം കഴിഞ്ഞു. എല്ലാവർക്കും മക്കളുണ്ട്. കൊച്ചിന്റെ മുഖം കാണും, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ആണുങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിൽ അവൻ കൊണ്ടുപോകത്തില്ലായിരുന്നു. അവനെ ശരിയാക്കിയാനെ. ഇപ്പൊ പോലീസ് വന്നു. പിന്നെ ഒരു പൊടിക്കൊച്ചിനെ എങ്ങനെ ചെയ്യാമോ ആരായാലും?